Hey guys, welcome back to Videos. Another challenge, keep or swap it challenge. 100 പ്രാവശ്യം എഴുതി പഠിച്ചല്ലേ സുഹൃത്തെ, എന്നല്ല വീണ്ടും ഇങ്ങനെ അതിയുടെ പല്ലിച്ച് നാക്കൊന്നും പഠിക്കത്തില്ല. Hey guys, welcome back to Videos. Another challenge, keep or swap it challenge. Keep or swap എന്ന് പറഞ്ഞാൽ സ്വാപ്പി എന്നാണോ പറഞ്ഞത്? നീ സ്വാപ്പി ചെയ്താ, ഞാനൊക്കെ സ്വാപ്പി. അതാ എനിക്ക് പല്ലിന്റെ ഇടയിൽ ദശ വന്നിട്ട് പുതിയൊരു പല്ല് വന്നിട്ട് അതെടുത്ത് കളയണം. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതിന് തലയിൽ എന്തിനാ ഇത് കവർ ചെയ്തിരിക്കുന്നത്? ചിരഞ്ജീവിയാ. ഞാനുണ്ട് അന്നെ ആ നാട്ടിൽ ചിരഞ്ജീവി, ഈ നാട്ടിൽ വേറെ ചിരഞ്ജീവി. ഈ നാട്ടിലെ ഏത് ജീവി എന്നെ സിംഹം പുലിന്ന് അങ്ങനെന്തോ ഏതോ കാടിന്റെ ഞാനെന്ന് പറയുന്നത് രാജാക്കന്മാരുടെ വംശം. മനസ്സിലായി? രാജവംശാണ് എന്റെ അടുത്ത്. എനിക്ക് തോന്നുന്നു രാജ ചോള ഒരു ചോളോ ചോളല്ല ചോള. പിന്നെ ഈ മറ്റേ ഈ അല്ല സ്വർണത്തിന്റെ അതെങ്ങനെ ഗോൾഡ് ഉണ്ടാക്കുന്ന? രാവിലെ ഞാൻ ആ അറയിൽ അവിടെ 4 അറയുണ്ട്. അതിൽ ഒരു അറ എന്റെ ഉണ്ട്, ബെഡ്റൂം. അതില് അങ്ങനെയല്ല, ഞാൻ ഒരുപാട് നിധി ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ നിധി സ്റ്റോർ ചെയ്യുന്നേ? കീപ്പർ സ്വാപ്പിട്ടാണ് ചലഞ്ച്. ഒന്നെങ്കിൽ നമുക്കത് കീപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ സ്വാപ്പ് ചെയ്യാം. ഇതാണ് ഓക്കെ ചലഞ്ച്. ഞാൻ വരുമ്പോൾ ഒന്നെങ്കിൽ സ്വാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ കീപ്പ് ചെയ്യണം. അടുപ്പിച്ച് 10 ദിവസം നമ്മള് ഇതിപ്പോ 6th day or 7th day ആണ്. ഫുഡ് ചലഞ്ച് ആണ്. തിന്നാനൊന്നും കിട്ടുന്നില്ല തോന്നുന്നു. ഭയങ്കര തീറ്റയല്ലേ ഇങ്ങനെ. ഇയാള് ഡയറ്റ് എടുക്കുമ്പോ ഫുള്ള് മറ്റേ ചലഞ്ചായിരിക്കും, ഇയാള് മറ്റേ ഡയറ്റ് വിടുമ്പോഴത്തേക്കും ഫുള്ള് ഫുഡ് ചലഞ്ചായിരിക്കും. അപ്പൊ നമുക്ക് ലോട്ട് എടുത്താലോ? ലോട്ടല്ലല്ലോ, സ്വാപ്പ് ചെയ്യല്ലേ? അങ്ങനെയാണോ? വേണോ? വേണ്ടെന്നാണോ? അങ്ങനെയാണ്. കാരണം കീപ്പ് ചെയ്ത ഞാൻ ഉറങ്ങിയിട്ട് വരാൻ ചേട്ടാ. കഴിഞ്ഞ ഇതാ ഞാനൊരു കാര്യം പറയട്ടെ. ഇനി ഞാനല്ലേ, എനിക്ക് എന്റെ തന്നെ മതി. ഇങ്ങനെ ഞാൻ എടുത്തോട്ടെ. ഞാനെടുത്തിട്ട് അടിച്ച് നിനക്ക് ഇഷ്ടമാണ് നീ ഇതിന് മാറ്റല്ലോ. ഇതേ മാറ്റാൻ പറ്റില്ല. അപ്പൊ എനിക്ക് ഇവിടുന്ന് മാറ്റാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ എടുത്തോണ്ടോ തന്നെയല്ലേ? അല്ലല്ല, അതെ ഞാൻ വെച്ചാന്ന് പറയാം. ശരി, എനിക്കിത് മതി. മതി. ഓപ്പൺ ചെയ്യാലല്ലേ? ഞാനത് മുളക്. ഞാൻ ചിരിക്കത്തില്ല. നോ ഫുഡ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും കട്ടിക്ക് കാണുമല്ലോ. മുറുക്ക് നല്ല കട്ടിക്ക് കഴിക്കുക. അത് മുഴുവൻ കഴിച്ച മാസമല്ലേ? ഞാനേ ബ്രോയുടെ മുളകുകളെ പോലെ തന്നെ ഉണ്ടല്ലേ ബ്രോയുടെ മുളക്. ബ്രോക്ക് എങ്ങനെ അറിയാം? അപ്പൊ ബ്രോ കഴിച്ചോണ്ടല്ലോ ബ്രോ. അത് കഴിച്ച മാസാവൂലേ? ഇല്ല ഇല്ല ഇല്ല. അത് കഴിക്കാണ്ടിരുന്ന മാസാവും. അത് വേണ്ട കേട്ടോ. അമർന്നേ എന്താടാ? ഒന്നല്ല, ഞാൻ വിഴുങ്ങിയ സാധനം. ഇതൊരു 70% ഇതിനകത്ത് എന്തോന്നറിയോ? അജിനോമോട്ടോ അല്ല, ബിങ്കോ. ഇതിനകത്താ അജിനോമോട്ടോ ആണ് ഫുള്ള്. ആണോ? അവനെന്നാ വന്ന അജിനോമോട്ടോ മനുഷ്യരൊക്കെ ഇത് എനർജി ഉള്ള സാധനം. മുറുക്ക് ഇങ്ങനെ എടുത്തിട്ട് ബ്രോ അത് ഇങ്ങനെയല്ല കഴിക്കണ്ടേ? ഇതിങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ ചെത്തിച്ച് അങ്ങനെയല്ല. അയ്യോ, മുറുക്ക് അങ്ങനെയല്ല, അങ്ങനെയല്ല കഴിക്കണ്ടേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോന്ന് കഴിച്ച് ഇങ്ങനെല്ലാം മുറുക്ക് കഴിക്കുക. ഇതിന്റെ ഒരു ശാസ്ത്രീയ വശം. പണ്ട് പുരാതന കാലങ്ങളിൽ രാജാക്കന്മാർ ഇത് എന്തിനുണ്ടാക്കിയെന്ന് അറിയോ? അശോക ചക്ര എന്ന് പറയുന്നതാണോ? അല്ല, അത് അശോകനം മാത്രമായിട്ട് ഉണ്ടാക്കിയ ചക്ര. ഇതെന്ന് പറയുന്നത് ധീരതി. പണ്ട് ഞാൻ ധീരയിൽ അഭിനയിക്കുമ്പോഴേ ഞാൻ ആ ധീരക്ക് ഡൂപ്പിട്ടുണ്ടായിരുന്നു. ഡൂപ്പ ധീരയുടെ നേരലായിട്ടാ. അല്ലല്ല, മറ്റേ സുബധാധീര എന്ന് പറഞ്ഞ കുതിരയുമായി ചാടി ആനയില്ലേ?
എടാ റാംചരൻ ചിലപ്പോ വിളിക്കുക എന്ന് തന്തയ്ക്കാ എഴുതിയെന്നില്ലേ എനിക്ക് വെള്ളം വേണം ബ്രോ ഈ വെള്ളം ഓർഡർ ചെയ്തോ വെള്ളം അത് മറ്റേ പാളത്തിന്റെ അടിച്ചതിന്റെ കൊട്ടിയാണ് പിന്നെ നീ പറയുമ്പോ ഞാൻ വെള്ളം ഓർഡർ തരണം ബ്രോ ഇങ്ങനെ കൊട്ടിയ വെള്ളം പറ്റത്തില്ല ഞാൻ കേട്ടിട്ടുണ്ട് നിങ്ങൾ മൂന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചോണ്ടിരുന്ന നിന്റെ വായിലെന്താ അമ്പഴങ്ങയാണോ വായിലെ നിന്നെ നോക്കിയില്ല നമ്മള് സംസാരിക്കേ ആരുടെ സാധനം എടുത്താ ഒരാളെ നോക്കിയാൽ മതി ബ്രോ അവന് ഒരാളെ നോക്കിയാൽ മതി ഓക്കെ അല്ലേ ഒന്ന് നോക്കിക്കണേ നിങ്ങളും ഒന്ന് നോക്കി വെക്കണേ അവരെ നോക്കുന്നുണ്ട് അതെങ്ങനെ മനസ്സിലായേ കമന്റ് ബോക്സ് പിന്നെ താങ്ക് തരാം അവിടെ എടുത്ത് വെച്ചിരുന്നത് ഇത് വെള്ളം കുടിക്കുന്ന ഫൗളാ ഈ റൗണ്ട് വെള്ളം കുടിക്കാൻ പാടില്ലല്ലോ നീയൊക്കെ വെള്ളം കുടിക്കും വെള്ളം ഇല്ല ഞാൻ കുടിച്ചില്ല ഇനി ഒരുത്തരും കുടിക്കില്ല കുടിക്കണേ കുടിക്കാം പക്ഷെ അതൊരു എന്താ പറയാ ഒരു ആക്ഷേപമാണ് ഒരു ചലഞ്ചിനെതിരെ താൻ ഇന്നലെ എന്തൊക്കെയാ കാണിച്ചു കുടിക്കുന്നത് ഓർമ്മയുണ്ടാവും ഇല്ല ഓർമ്മയില്ലേ ഇന്നലെ നടന്നത് ഇന്നലെ പാസ്റ്റ് ഈസ് പാസ്റ്റ് പാസ്റ്റ് ഈസ് പാസ്റ്റ് ബ്രോ ഇപ്പൊ പാസ്റ്റിലുള്ള അതെ, കാരണം ഫ്യൂച്ചറിലേക്ക് ഇതും പാസ്റ്റല്ലേ ഞാൻ പറയണ്ട നമ്മൾ പ്രസന്റിലാണ് ജീവിക്കാനായിട്ട് പ്രസന്റിലാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നേ അല്ല അതിന് പാസ്റ്റിൽ ജീവിക്കുവോ നീ ഇപ്പൊ പറഞ്ഞത് പാസ്റ്റ് ആയി പോയില്ലേ ഇപ്പൊ ബ്രോ എന്തായാലും പാസ്റ്റിലേക്ക് ആവുമെന്ന് പറഞ്ഞ് പലരും പറയാതിരിക്കോ പ്രസന്റിൽ ജീവിക്കുന്ന അടിക്കില്ലടാ പാസ്റ്റാണ് വിടറ ഏത് എത്രന്റെ പാസ്റ്റാ ബ്രോ ഇത് പാസ്റ്റ് അല്ലേ വിടറാ ബ്രോ പാസ്റ്റാ വിട ബ്രോ എടുക്കട്ടെ ഞാൻ സഹായിക്കുന്നല്ലേ വേണ്ട അണ്ണ ആരും സഹായിക്കണ്ട ഞാൻ സഹായിക്കാൻ ഞാനിത് ഇങ്ങനെ പിടിച്ചോളാം അപ്പൊ ഗൈസ് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായി ഞാൻ എന്നെ തന്നെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു ഞാൻ കീപ്പ് ചെയ്യുന്നു കീപ്പ് ഞാനൊരു അങ്ങനെയല്ല ഞാൻ കീപ്പറാ ഞാൻ എന്നെ എന്റെ അടുത്ത് കുറെ പേര് ചോദിക്കും ബ്രോ ഒരു ഫുട്ബോൾ പ്ലെയർ ആണോ ബിക്കോസ് യു ലുക്ക് ലൈക്സ് എ കീപ്പർ എന്നൊക്കെ അങ്ങനെയല്ല ഫുട്ബോളും കൊണ്ട് നടക്കും അതല്ല ഈ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സീക്രട്സ് ഒക്കെ കീപ്പ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബ്രോനെ ഞാൻ ബ്രോനെ കീപ്പ് വേണ്ട പറഞ്ഞു ഞാൻ കീപ്പോ ബ്രോ ശാലൈൻ സോക്കർ കണ്ടിട്ടുണ്ടോ ഓ കണ്ടിട്ടുണ്ടാ അങ്ങനെ ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് അതൊക്കെ പണ്ടത്തേത് ഇങ്ങനെ പിടിക്കുന്നില്ല അത് ഇങ്ങനെ കറക്കി എടുത്തിട്ട് ഇങ്ങനെ അയ്യോ ഇത് മറ്റേതായിരുന്നല്ല കുങ്ഫു ഹസ്റ്റില് ബ്രോ ഏതാ കീപ്പ ഞാനും അത് തന്നെ വെച്ചു കീപ്പാണോ ഞാൻ സ്വാപ്പ് ചെയ്യുന്നു ബ്രോ നിങ്ങൾ നാശത്തിലേക്കാണ് നിന്റെ പോക്ക് ബ്രോ എന്നിട്ട് ചെയ്യണേ ഞാൻ സബ് ചെയ്യുന്നു നാശത്തിലേക്ക് പോകുന്നേ അതായത് ബ്രോ കീപ്പ് ചെയ്യുമ്പോ അതെങ്ങനെ ശരിയാവും നാശത്തിലേക്കല്ലേ നിന്റെ എടുത്തോ ലോട്ടി ചോക്കോ പൈ ക്യൂട്ടി പൈ നോ ഫുഡ് സൂപ്പർ ഡാർക്ക് ഫാന്റസി താങ്ക് യു ബ്രോ താങ്ക് യു ബ്രോയ്ക്ക് എന്താ ബ്രോ താങ്ക് യു ബ്രോയ്ക്ക് എന്താ നാരങ്ങ ഓ ബ്രോ നമുക്ക് സ്വാപ്പ് ചെയ്താലോ നാരങ്ങ നാരങ്ങ എനിക്ക് തരും ഫൗളാണ് ഇല്ല നമുക്ക് സ്വാപ്പ് ചെയ്യാം പണിഷ്മെന്റ് സ്വാപ്പ് ചെയ്യാം ഞാൻ ബ്രോയ്ക്ക് വേണ്ടി സാക്രിഫൈസ് എടുക്കാം പ്ലീസ് ഇത് കാക്കോത്തി കൊണ്ടുപോയില്ലു അയ്യോ ഇത് അപ്പൊ നിങ്ങൾ സ്വാപ്പ് ചെയ്യുന്നുണ്ടോ സ്വാപ്പ് ചെയ്യുന്നുണ്ട് ചെയ്തോട്ടെ സ്വാപ്പ് ചെയ്യാവോ പണിഷ്മെന്റ് സ്വാപ്പ് പണിഷ്മെന്റ് സ്വാപ്പ് ചെയ്യുന്ന പ്രശ്നമുണ്ടോ സാക്രിഫൈസിങ് നമ്മള് സാപ്പ് ചെയ്തിട്ടുണ്ടല്ലോ അടുത്ത റൗണ്ട് ഫുഡൊക്കെ ഇവർക്ക് കൊടുക്കേണ്ടി വരും അതെ അങ്ങനെ ഉണ്ടോ ക്രൂ പറയട്ടെ സ്വാപ്പ് ചെയ്തോട്ടെ പണിഷ്മെന്റ് അല്ല അത് അവരുടെ വിധിയാണ് അവരുടെ തീരുമാനങ്ങളാണ് അവരുടെ ഓ മൈ അടിക്കണം. ഗോഡ് ഇത് കഴിയുമ്പോ കുറച്ച് ഉപ്പും കൂട്ടി എനിക്കും തന്നെ എന്താ മോനെ നിനക്ക് നീ ലെമൺ തന്നെയല്ലേ നീ ഇത് നിനക്ക് പ്രശ്നമുണ്ടോ എന്ത് ഞാൻ അതിനെ പ്രേമിക്കുന്നു അയ്യോ ലോട്ടി ചോക്കോപ്പയും ഡാർക്ക് ഫാന്റസി ഒന്ന അല്ല പിന്നെ രണ്ടുപേരും ഒന്നല്ലേ അല്ലല്ലോ രണ്ടൊന്നല്ലല്ലോ ആണ് ലോട്ടി ചോക്കോബായി പോലല്ലേ ഇത് ഇരിക്കുന്നത് എങ്ങനെയുണ്ട്
മുളകും നാരങ്ങ ഏതാ കോമ്പിനേഷൻ അല്ലേ? എനിക്ക് കുറച്ചും കൂടി ഈ മദ്യപിക്കുന്നവരൊക്കെ കുറച്ച് ആൽക്കോളും കൂടി കൂട്ടി കഴിക്കും. അതെങ്ങനെ ബ്രോയ്ക്ക് അറിയാം? ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രോ കണ്ടിട്ടുണ്ടോ മാത്രമാണോ? അതെ. ആണോ? ആ ഹാപ്പി ആയില്ലേ ബ്രോ? ഞാൻ ബ്രോ അങ്ങനെ പറ്റുന്നു. നാരങ്ങ, മുളക്. ഞാൻ നിങ്ങളെ ആരെയും സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ സങ്കടങ്ങളും ഞാൻ ഏറ്റെടുക്കുന്നതാ. ഇനി ബ്രോ അടുത്ത റൗണ്ട് പിന്നത്തെ റൗണ്ട് അടിപൊളി ഫുഡ് ഐറ്റംസ് കഴിച്ച് അങ്ങനത്തെ മൈൻഡാണോ? അങ്ങനത്തെ മൈൻഡ് ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ബ്രോ അല്ലല്ലോ ഞാൻ അങ്ങനെയാ. എനിക്ക് അങ്ങനത്തെ മൈൻഡ്. പക്ഷെ എല്ലാം മൂളത്തല്ല കിട്ടുന്നത്. ആയതുകൊണ്ടാണ് ഞാൻ പൊട്ട സാധനം കഴിച്ചിട്ട് 3-4 നല്ല ഫുഡ് കഴിച്ചാൽ ഞാൻ ജയിച്ചു കളയുന്നത്. എത്ര കളിയായിട്ട് അങ്ങനെ കളിക്കുന്നത്? ഞങ്ങളൊരു അതിന് ഞങ്ങളുടെ നാട്ടിൽ കോഴയെന്ന് പറയാം. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോടെ കുതിരവട്ടമല്ലല്ലോ. ഇയാളെന്ത് 10 സ്ട്രീക്കൊക്കെ ഒരുമിച്ച് അടിക്കുമെന്ന് പറഞ്ഞിട്ട് 10 പോയിട്ട് എത്ര സ്ട്രീക്ക് അടിച്ചു ബ്രോ? 3-4 പിന്നെ അയാൾ അതിന് ശേഷം ഒരു കളി ജയിച്ചാണ്. ഇയാൾ അത് പറഞ്ഞതിന് ശേഷം വേറൊരു ശോഭം. ശേഷം ഫുഡ് ചലഞ്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല ചലഞ്ച്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. നമുക്ക് അടുത്ത ആർക്ക് എന്തൊക്കെ കിട്ടും നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ എനിക്ക് എല്ലാം പൊക്കി നോക്കാവാ. ലെമണും നാരങ്ങയും കൂടി ലെമണും മുളകും കൂടി വന്നിട്ടുള്ള ഒരു മിശ്രിത പരിപാടി എന്റെ ഞാൻ ഇത് എടുത്തിട്ട് അപ്പുറത്ത് വെക്കാൻ പോവാന്ന് പറഞ്ഞു. എടുത്തിട്ട് വെക്കേ. ഇവനറിയാം ഞാൻ നല്ല സാധനങ്ങള് നല്ല ആൾക്കാർക്ക് കൊടുക്കും. നീ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ പണി വാങ്ങുന്നത്? അതങ്ങനെയാ ബ്രോയ്ക്ക് ഒരു പണി സാക്രിഫൈസ് അതാണ്. ഞാൻ കീപ്പ് ചെയ്തു. അവിടെ തുറക്കട്ടെ. ലാസ്റ്റ് ഞാൻ തോന്നുന്ന എന്നെ സങ്കടപ്പെടുത്ത ഇവനെ തുറക്കണ്ടേ? നീ എന്തിനാ തുറന്നേ? ഇങ്ക് കുടിക്കണോ? ഇങ്കല്ല, ഇഞ്ചി. നിനക്കെന്താ ഫ്രൂട്ടി. എങ്ങനെ വായിക്കുന്നവരൊക്കെ വെള്ളം കുറച്ച് തരാം. നമ്മുടെ സാധനങ്ങളൊക്കെ വന്നു. അപ്പം ഞാൻ എന്തായാലും ഇതിനകത്തുള്ള സാധനമാണ്. അങ്ങനെയല്ലല്ലോ ഇതെന്തിനാ? നോ ഫുഡ് എനിക്കല്ലേ? ബ്രോയ്ക്ക് ഇത് വേണോന്ന് പറഞ്ഞില്ലേ ബ്രോ? ഇത് ചിരിച്ചുകൊണ്ട് കഴിക്കും. ഇത് കണ്ടോ ബ്രോ? ഇത് കണ്ടോ? എന്താ പൊട്ടാത്തെ? എന്താ ബ്രോ പൊട്ടാത്ത? അത് മറ്റേ റബ്ബർ ഷീറ്റാ. KFC തന്തൂരി ചിക്കൻ ഇല്ല. തന്തൂരിയുടെ സോസ് കൂട്ടുമ്പോ തന്തൂരി ചിക്കൻ. ചൂടുണ്ടാ? ഓ അടിപൊളി. ജിഞ്ചർ കഴിച്ചാണ്ടല്ലോ നമ്മുടെ വയറൊക്കെ ഒന്ന് ശുദ്ധീകരിച്ച് ഒന്ന് സെറ്റായി. തനിക്കൊന്നും ചെയ്തോളൂ. ഭയങ്കര നാറ്റം വയറ്റീന്നാ വായിന്ന്. അത് പിന്നെ വയറ്റ് വയറ് വയറ്റ. ബ്രോ എന്താണ് ഇഞ്ചിക്കാരല്ലേ ഇഞ്ചിന്ന് പേരിട്ടെ? അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി ഫ്ലേവറാണ്, എരിവിനല്ലത്. അത് എന്തുകൊണ്ട് ഇതിന് ഇഞ്ചിന്ന് പേരിട്ടെ? അത് ഇഞ്ചി കാരണം. പക്ഷെ എന്നാൽ ഇഞ്ചിന്ന് പേരിടുന്നവൻ ഇത് ഇഞ്ചിയാണെന്ന് എങ്ങനെ അറിഞ്ഞു? ഇതിന്റെ പേര് അല്ലേ? ശരിയാ, ഇതിനൊക്കെ ബ്രോസ്റ്റഡ് എന്നാണല്ലേ പറയാ. അതിന് മുമ്പ് എന്തായിരുന്നു പേര്? ഈ ചിക്കൻ ആരാ ചിക്കൻ പേരിട്ടെ? ചിക്കൻ അറിയോ? ചിക്കൻ അത് ശരിയാ. അത് ചോദിച്ചാ ഈ ചിക്കൻ അറിയോ? മലയാളികളോ? നല്ലൊരു ജീവി കോഴി. എന്തിനാ അതിനെ ആൾക്കാർ കളിയാക്കി വിളിക്കുന്നത് കോഴിന്ന്? അതെന്തിനാ? പ്രത്യേകിച്ച് ചിക്കുനെ സംഭവം വെച്ചാൽ ഈ പൂങ്കോഴികളുണ്ടല്ലോ, അതിന്റെ സ്വഭാവം അറിയാമോ? ഈ പെടക്കോഴികളുടെ പുറകെ അതുകൊണ്ടാണ് ഈ കോഴിക്ക് ഇങ്ങനെ ഒരു ചീത്തപ്പേര് വന്നത്. ആ ബ്രോ, ആണുങ്ങളായ പെമ്പിളയുടെ പറകം നടക്കും, പക്ഷെ കോഴികൾ കുറച്ച് കൂടുതൽ നടക്കും. അതുകൊണ്ടാണ് കോഴി കോഴി എന്നുള്ള പേര് വെച്ച് കളിയാക്കുന്നത്. കുളത്തിലെ കോഴിയായോണ്ട് കോഴികളെ കോഴി നിൽക്കുന്നത് കാരണം അതൊരു കോഴിയാണല്ലോ. അതുകൊണ്ട് എന്താ പെടയെന്ന് വിളിക്കാത്തെ? അല്ല, പെൺകോഴികളെയാണ് പെടാന്ന് പറയാ. പെട്ടക്കോഴി അങ്ങനെ പറയും. ബ്രോനെ സ്ത്രീ പുരുഷന്നല്ലല്ലോ വിളിക്കുന്നേ. പുരുഷനല്ലേ, സ്ത്രീ പുരുഷന്നല്ലല്ലോ. നമ്മളൊരു അത് ഞാൻ പറയാം. കോഴിക്ക് 2 കാറ്റഗറി ഉണ്ട്, പെടക്കോഴിയും പൂങ്കോഴിയും. മനുഷ്യരെ കൊണ്ട് 2 കാറ്റഗറി, സ്ത്രീയും പുരുഷനും. പുരുഷനോ? അപ്പൊ എന്തുകൊണ്ടാണ് പെടയെന്ന് വിളിക്കുന്നത്? അത് പെണ്ണായതുകൊണ്ട്. പെണ്ണായിരുന്നു. ഈ പെണ്ണാണേനെ എന്നിട്ട് പറയാന്നറിയോ? പെണ്ണ് ആന, പെണ്ണാന, ഇല്ല, പിടിയാന.
പിടിക്കും. പിന്നെ ഈ പെണ്ണായിട്ടുള്ള പശുവിനെ എന്നിട്ടാന്ന് പറയോ? പശു ആൺപശുവിനെ കാള. കാള. ആൺപശുവിനെ കാള. ആൺപശു അല്ലേ കാള താൻ മണ്ടറാണോ? അല്ലേ? അല്ലല്ല, പശു എന്ന് വെച്ചിട്ടുണ്ടെങ്കില് പറഞ്ഞത് പറയട്ടോ. പശുവിന്റെ ആണെന്ന് പറഞ്ഞ മൂരിന്ന. മൂരി അപ്പൊ എരുമ കാള ഇതൊക്കെയാണ്. അത് അതൊക്കെ ചിറ്റപ്പന്മാരാ. എരുമയില്ലേ, എരുമയുടെ ആണാണ് പോത്ത്. എരുമ പെണ്ണാ? അവളായിരുന്നു അത്. എരുമ പെണ്ണാ? ആ എരുമ പാലെന്ന് കേട്ടല്ലേ? എനിക്കൊരു ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലേ? അപ്പൊ കാള പാല് തരത്തില്ലേ? വേറെന്താ പിടിച്ചത്? താളപ്പാൽ കുടിച്ചിട്ടുണ്ടോ? കാള പാല് തരത്തില്ലെന്നല്ലേ ചോദിച്ചേ? താളപ്പാൽ കുടിച്ചിട്ടുണ്ടോ? ഇല്ലില്ല. അതെ, എരുമപ്പാല് കുടിച്ചിട്ടുണ്ടോ? മറ്റേ ആടിന്റെ എങ്ങനെയാ ആണും പെണ്ണും? ആടിന്റെ ആണും പെണ്ണും. ആടിന്റെ മറ്റേ എനിക്കറിയാം. ആടിന്റെ മറ്റേത് മുട്ടനാട്, മുട്ടനാട്. ജമിനാ പ്യാരി. അവളാ പെണ്ണിന്റെ ആടിന് പറയാ, പെണ്ണാടിന് ആടിന്റെ ജമിനാ പ്യാരി ആരാന്നറിയോ? മറ്റേതാ ഈ ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. കരണ്ടൊക്കെ എങ്ങനെ കണ്ടുപിടിച്ചല്ലോ ആൾക്കാർ? അതിനാരല്ല അത് കിട്ടേ. സത്യം പറഞ്ഞ അതിപ്പോ പറയുമ്പോ ആൾക്കാർക്ക് അതെങ്ങനെ അത് ഡിസ്കസ്റ്റിംഗ് ആയ ആൾക്കാർക്ക് ആ പേര് കേൾക്കുമ്പോ. അല്ലാണ്ട് ഇങ്ങനെ മറ്റേ വക്രി ഇന്ന് കാലത്ത് ഞാൻ വക്രി ഇട്ടു എന്ന് പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ, എന്തൊക്കെയല്ലേ ഈ ലോകത്ത്? എനിക്ക് ഇതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അടുത്ത റൗണ്ടിൽ പറയാം. എനിക്ക് അത്ഭുതമാ. കറണ്ടിലൂടെ ഇതൊക്കെ എങ്ങനെ അകത്തൂടെ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞ ആൾക്കാര് വെള്ളത്തിൽ കൂടെ കറണ്ട് പോകുന്നുണ്ടെന്ന് ഉണ്ടാക്കാന്ന് എങ്ങനെ അറിഞ്ഞ്? അത് വെള്ളത്തിൽ കറണ്ട് അടിച്ചിട്ടുണ്ടാവും. പിന്നെ വെള്ളത്തിൽ കൂടെ വെള്ളം കൊണ്ട് വെള്ളത്തിൽ കൂടെ വെള്ളത്തിന്റെ ഉദ്ദേശിച്ചത് വെള്ളവും വേണമെന്നാണ്. വെള്ളത്തിന്റെ വിൻഡ് എനർജി. അതൊക്കെ എങ്ങനെ സോളാർ എനർജി ഉണ്ട് കറണ്ട് ഉണ്ടാക്കാം. പിന്നെന്ത് കറണ്ട് എനർജി ഉണ്ടെന്നല്ലേ? പിന്നെ എന്തൊക്കെയാണ്? എനിക്ക് അതല്ല ഇപ്പോഴും ഡൗട്ട്. വൈഫൈ എന്ന് പറഞ്ഞ സാധനമല്ലേ, അതെങ്ങനെയാ നടക്കണേ? ഈ നമ്മള് ഡിലീറ്റ് ചെയ്ത സാധനങ്ങള് അതെവിടെ വായുവിൽ ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഞാൻ അതൊക്കെ ഇടയ്ക്ക് ചിന്തിക്കും. ബ്രോ നമ്മള് മരിച്ചു കഴിഞ്ഞാൽ ഡിലീറ്റ് ആവില്ലേ? അതെങ്ങനെ ഡിലീറ്റ് ആവുന്നു? ബ്രോ മരിച്ചു പേടിച്ചിട്ടുണ്ടോ? നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിക്കില്ല, അപ്പൊ നമ്മൾ ഡിലീറ്റ് ആയി. അതെങ്ങനെ ഡിലീറ്റ് ആയി? ഫയൽ എവിടെയോ എടുക്കുന്നുണ്ട് ബ്രോ, സൂക്ഷിച്ചോ. ബ്രോ ഡിലീറ്റ് ആയി കഴിഞ്ഞാലുണ്ടല്ലോ ബ്രോ പിന്നെ എവിടാ? ബ്രോ ഈ നാട്ടിലുണ്ടോ അത് വേറെ ഗ്രഹത്തിലേക്ക്? ഞാൻ ഇല്ലാണ്ടായി പോയി. ബ്രോ അവിടെ എന്ത് എന്റെ എക്സിസ്റ്റൻസ് ഇല്ല പിന്നെ അവിടെ. അല്ല ബ്രോ എന്നാലും ഞാൻ ഒരു കാര്യം പറ്റേ, അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മൈൻഡ് അവിടെ പോവാ ആവാൻ പറ്റത്തില്ലല്ലോ. മൈൻഡ് പെട്ടിയുടെ അകത്ത് വെച്ചിട്ട് എങ്ങനെ പെട്ടിയുടെ അകത്ത് ശ്വാസമില്ലാതെ അതെ, നമ്മളെ പെട്ടിയുടെ അകത്ത് വെച്ചിട്ട് ബ്രോ അൺകോൺഷ്യസ് മൈൻഡ് ആയിട്ട് കിടക്കും. അപ്പൊ ഞാൻ ഒരു കാര്യം പറ്റേ, ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ആ പെട്ടിക്കകത്ത് തന്നെ ഇങ്ങനെ കൊല്ലങ്ങളോടെ ഇങ്ങനെ കിടക്കണല്ലേ അനങ്ങാതെ. നമുക്ക് സഭയ്ക്കെതിരെ ഒരു സഭ അത്ര പോകണ്ട, ഇത് വേറെ പ്രശ്നം. നമുക്ക് അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോവാം. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ പോലീസ് കൊണ്ടുപോകും. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ടിലോട്ട് വന്നേക്കണത്. എനിക്ക് ഇത് കഴിഞ്ഞിട്ട് എടുക്കുമ്പോ ഞാൻ പറയാം, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. ഇനിയും സംശയങ്ങൾ വളരെ നല്ലതാണ്, ചോദിക്കണം. അപ്പൊ ചോദിക്കും, ഞാൻ ഈ ലോകത്തുള്ള എന്ത് ചോദിച്ചാൽ ഞാൻ ഉത്തരം ഉറപ്പ്. ചുമ്മാ എന്നിട്ട് കഴിഞ്ഞതിനൊന്നും ആൻസർ ഒന്നുമില്ലല്ലോ. ഞാൻ വ്യക്തവും ക്ലിയറുമായ ആൻസർ എന്റെ പക്കത്ത് നിന്ന് കിട്ടിയില്ല. സൈലൻസ് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയുള്ളൂ. സൈലൻസ് മാത്രം ആൻസർ. ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ പോലീസ് പിടിക്കും. പിന്നെ വ്യക്തവും ക്ലിയർ ആയിട്ട് തന്നെന്ന് പറഞ്ഞ് അത് ഞാൻ ഇനി ഞാനാ ബ്രോക്ക് അവിടെ ടീഷർട്ട് അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇത് മറ്റേ തണുപ്പാണ്ട് അമ്മ പുതയ്ക്കാനായിട്ട് മറ്റേത് കൊടുത്തതാ. ഒരു സാധനം വരുന്നുണ്ട്. എന്താ ചെയ്താ ആരെ മാറ്റിയേ? ഞാൻ ഇതെടുത്ത് ഇവിടെ ഇട്ട് അതെടു. ഇന്ന് വൺ സാപ്പിംഗ് ആണല്ലോ. എന്നാ അത് അങ്ങോട്ട് തന്നോ, അതെന്നാ കളിക്കാനാ? അങ്ങോട്ട് തന്നോ. അതെന്നാ കളിക്കാനാ? ഇതെന്താ ഈ മൈക്കിങ്? അന്തസ്സില്ലാത്തവന്
മുതലെടുക്കല്ലേ സജി. ബ്രോ ചെയ്തോ? ഞാൻ ചെയ്തില്ല, നിങ്ങൾ എന്തൊക്കെ ചെയ്തേ? ഞങ്ങളെല്ലാം സാപ്പ് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും. ഇയാൾ എന്റെ സഭ്യത അതെടുത്ത് ഇയാൾ തന്നെ പിടിച്ചു. ഞാനിതെടുത്ത്. അത് നിന്റെ തന്നെയാ. അടുത്തടുത്ത തുറക്കടാ. നോ ഫുഡ്. തുറക്ക്. റൗണ്ട് ബിസ്ക്കറ്റ്. അപ്പൊ ഇഞ്ചി ആയിരിക്കും. പറഞ്ഞാണ് ഇതെടുക്കാനായിട്ട് ഷവായി. അപ്പൊ ഇതെന്റെ ആയിരുന്നോ? അല്ല ചാസ മസാല ഫുള്ള് ഞാൻ കുടിക്കുവേ. എന്നിട്ട് കുടിച്ചോണ്ട് എനിക്ക് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിക്കാവും. എന്നിട്ട് ഞാൻ ചോദിക്കാം, അപ്പൊ എനിക്ക് ഇത്തിരി തരില്ലേ? ഇച്ചിരി ഊക്ക് തരാം. ഗൈസ്, അങ്ങനെ നമ്മുടെ ചാസ മസാല എത്തി. ഗൈസ്, എനിക്ക് ഇഷ്ടമാട്ടോ ചാസ മസാല. ഞാൻ ഇത് കുടിച്ചു കഴിഞ്ഞാൽ കിക്കാവും. എനിക്കറിയാവുന്ന ഷവായാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തന്നത്. ബ്രോ ഇതൊക്കെ ഞാൻ ആറൊക്കെ ഡയലോഗാ. ടേസ്റ്റ് ഉണ്ടോ? പഠിച്ച് ബ്രോ ടേസ്റ്റ് ഉണ്ടോ ബ്രോ? ആ ആ താടിയിലൊന്നും ആക്കാതെ ബ്രോ എന്താ പകുതി കഴിഞ്ഞു. എനിക്ക് നിന്നോട് 2 വർത്താനം പറയണോടെ. ഞാൻ എന്റെ പട്ടിമോനെ കുറച്ചുകൂടി കുടിക്കട്ടെ. പാലാവും കുടിക്കുന്നത്. ഇത് തൊട്ട് നോക്കിക്കേ. അതോ ആദ്യം കൊണ്ടേ എന്നോട് അവര് തന്റെ അപ്പൂപ്പനാവോ? ആരവും അവയാണ് ആരും ഉണ്ട്. അപ്പൊ നമ്മുടെ അപ്പൂപ്പന്റെ 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 അപ്പൂപ്പനായിട്ട് വരും. എന്റെ അപ്പൂപ്പ ബ്രോയാണ് ആദം. അപ്പൊ ഞാനും ബ്രോയും ചേട്ടനും അനിയനുണ്ട്. ആ അതെ ബ്രോ. എനിക്ക് എന്തിനും ചേട്ടനായിട്ട് വേണം. ചുണ്ടിൽ പറയുമ്പോ ആദ്യം ഹോമിന്നല്ല ഉണ്ടായത്, പിന്നെ കൊരങ്ങിൽ നിന്നാണ്. ഹോമോസാപ്പിയൻസ് നോ ഹോമോ. ഹോമോസാപ്പിയൻസ് ഹോമോഫോമിയ വേറെ, ഹോമോസാപ്പിയൻസ് വേറെ. Creepy boy. What's happening, man? What happened to you? ചിക്കൻ തിന്നുവല്ലേ? Yeah. ചിക്കൻ കഴിച്ച് മരുന്ന് മരത്തേക്ക് തുപ്പണം. കൊരങ്ങിൽ നിന്ന് എത്ര കൊല്ലെടുത്തുണ്ടാവും? 10 വർഷം. കുരങ്ങിന് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ? കാരണം അങ്ങനെയാണ് ഇപ്പോഴുള്ള കുരങ്ങന്മാരൊക്കെ മനുഷ്യന്മാരുണ്ട്. ഞാൻ പറ്റേ വന്നതുള്ള ഇതെല്ലാം ഉണ്ട്, പഠനമെല്ലാം ഉണ്ട്. ഡ്രാഗണിൽ നിന്ന് എങ്ങനെ ഇയാള് ഡ്രാഗണിൽ അതെങ്ങനെയാ ഇത് ഞാൻ പറഞ്ഞത്. ഈ സയന്റിഫിക്കലി എല്ലാം പ്രൂവ്ഡ് ആണ് ഈ കുരങ്ങൻ എന്ന് പറഞ്ഞ സംഭവം ഉള്ളതായിട്ട്. കാരണം പണ്ടുള്ളവര് കല്ലിലെല്ലാം മറ്റേ ഈ സാധനം ഈ ഷേപ്പിലുള്ളവര് വരച്ചു വെച്ചിട്ടുണ്ട്. കല്ലില് ഇവിടുത്തെ പോയിന്റ് കല്ലിൽ വരച്ചു വെച്ചിട്ടുണ്ട്. കല്ലിൽ വരച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും കൺവേ ചെയ്യാനാണെങ്കിലോ ആ മണ്ടൻ അത് കണ്ടിട്ട് ആ ഷേപ്പല്ലേ ഒരാളുടെ ബാക്കില് ചിലപ്പം ഒരു കൊരങ്ങനും കുടുംബം നടന്നു. ഇതൊരു കൊരങ്ങനാണെന്ന് വിചാരിക്കും. ഈ ഒരു കൊരങ്ങൻ അവിടെ ചെന്ന് കല്ലിൽ ഇങ്ങനെ മനുഷ്യനെ ഒന്ന് വരച്ചു വെച്ചു. അപ്പൊ ഒരു മനുഷ്യൻ വന്നത് വായിച്ചിട്ട് പറഞ്ഞു, ഓ കൊരങ്ങൻ കൊരങ്ങന്റെ ഈ കൊരങ്ങന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇത് പറയാണെങ്കിലോ ഒരു കൊരങ്ങനെ ഒരു മനുഷ്യൻ ഫ്രണ്ട് ആയിരുന്നു. ഒരുമിച്ച് അവരൊരു ഫോട്ടോ അപ്പൊ അവര് വിചാരിച്ചത് മനുഷ്യൻ ഞാൻ പറഞ്ഞതൊന്നല്ല. ഇപ്പൊ നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ഇഷ്ടംപോലെ ഫോട്ടോസും കാര്യങ്ങളെല്ലാം നമ്മൾ ഭിത്തിയിലും ചിലപ്പോ കല്ലിലൊക്കെ വരച്ചു നമ്മുടെ മനുഷ്യരുടെ. അതേപോലെ അവരുടെ ടൈമിൽ വരച്ചു വെച്ച ഫോട്ടോസിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഈ കല്ലിൽ വരച്ചു വെച്ചാണ് ഫോട്ടോസ് മാഞ്ഞു പോകത്തില്ലല്ലോ, അല്ലെ കുത്തി വെച്ചാണ് ഫോട്ടോസ്. അതല്ലേ നമ്മള് പറഞ്ഞ. ഇപ്പൊ അതില് ഞാൻ വന്ന് അത് നോക്കി എന്റെ മൈൻഡിൽ എന്താണോ തോന്നുന്നത് അതല്ലേ ഞാൻ തീരുമാനിക്കുന്നേ. ഒരുപാട് അങ്ങനെ കണ്ടിട്ടുണ്ടാവും, പല ഇടങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. അതല്ല അപ്പൊ ഇനി ചിലപ്പോ അതേപോലെ ഇരിക്കുന്ന ഒരു കൊരങ്ങനെ കാണാൻ പറ്റാതെ ആയിരിക്കും ഇങ്ങനെ എല്ലാം വാണ്ടഡ് നോട്ടീസ് കൊടുത്താണല്ലോ. വാണ്ടഡ് നോട്ടീസ് അങ്ങനത്തുള്ള ആൾക്കാർക്ക് വാണ്ടഡ് എന്ന് എഴുതി വെക്കാനുള്ള കഴിവൊന്നും ഇല്ലല്ലോ. കൊരങ്ങന്മാര് വന്നിട്ട് വാണ്ടഡ് ഇന്നയാളെന്ന് എഴുതി വെക്കൂലല്ലോ. ആ കല്ലുമ എഴുതുന്നത് ഒക്കെ വാണ്ടഡ് ആയിരിക്കും. വാണ്ടഡ് ആയിരിക്കും, അറിയാൻ പറ്റത്തില്ല. സെപ്പറേറ്റ് കല്ലുണ്ട്. എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ എത്ര വർഷമായി കൊരങ്ങന്മാര് തിരുവനന്തപുരം സൂയ നടക്കുന്നത്? ഒരു മനുഷ്യനെ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ടോ അവന്മാര്? കഴിവില്ലാത്തവന്മാര്. വേറെ ചെയ്യുന്നുണ്ട്. കൊറേന്റെ DNA നമ്മുടെ DNA ആയിട്ട് ഭയങ്കര ഇതുണ്ട്. അതുകൊണ്ടല്ല അവരെ നമ്മൾ പോലെ വൃത്തിപ്പെടുത്തിയോ? ഇപ്പില്ല. അതെനിക്കറിയാം.
അവൻ നേരത്തെ എനിക്കുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. പണ്ടത്തെ ഷൂസ് ഉണ്ടായിരുന്നു. പണ്ടിവൻ സൂലേക്കുന്നത് അവിടുത്തെ കൂട്ടിലായിരുന്നു. അവിടുത്തെ ലിയോ അവിടുത്തെ ലിയോ പാടല്ലേ, ലിയോ പാടിന്റെ ഞാൻ ലിയോ ആയിരുന്നു അവിടുത്തെ. എന്നിട്ടാ സാധനം കുറച്ച് തരും. കൊരങ്ങ. ഞാൻ വേണമെങ്കിൽ എന്റെ എല്ലാം തരാം. കണ്ണിക്കൂടെ കാണുമ്പോ തന്നിക്ക് ഒരു കൊരങ്ങനായിട്ട് തോന്നി. അങ്ങനെ ചിരിക്കും. ശബ്ദം ഉണ്ടാക്കുന്ന അവിടെ തിരിച്ചറിഞ്ഞല്ലേ? കുറച്ച് മണി കുഴിച്ചാൽ ഞാൻ ചിലപ്പോ ഫിറ്റാക്കി ഇറങ്ങും. ഇങ്ങടിക്ക് രണ്ടാം കൂടി അടി. എന്താ എവിടെയും പോയി കിടക്കട്ടെ. അത്ര മതി ബ്രോ, ഇനി കത്തിപ്പോ. ഫിറ്റായോ? ഛർദിക്കും ഇയാള്. ഒന്ന് ബ്രോ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ബ്രോ. ബ്രോ ഇങ്ങനത്തെ സാധനം കുടിച്ച് ഞാൻ മറക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സയൻസ് ആണോ നമ്മുടെ മനുഷ്യനാണ് ആദ്യം ഉണ്ടായത്. മനുഷ്യനാണ് സയൻസ് കണ്ടുപിടിച്ചത്. സയൻസ് ഓൾറെഡി ഉണ്ടായിരുന്നല്ലോ. പക്ഷെ മനുഷ്യനെ കണ്ടുപിടിച്ചത്. മനുഷ്യനല്ലേ ഇപ്പൊ കണ്ടുപിടിച്ചേ. ഇല്ല അത് പേര് അത് ഓൾറെഡി ഉണ്ടായിരുന്ന സംഭവമാണല്ലോ. മുമ്പ് സയൻസ് എന്നായിരുന്നില്ല അതിന്റെ പേര്. പിന്നെ അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഇരിക്കുന്നത്. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ല. പിന്നെ എന്തിനു ചിരിച്ചത്? അതല്ല, അത് മനസ്സിലായി, തന്നെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ എന്നെ മനസ്സിലാക്കാൻ ഞാൻ ആർക്കും കൊടുക്കാറില്ല. ഞാൻ എല്ലാവരും ഇങ്ങനെ വഴി തിന്നി കൊതിപ്പിച്ച് അങ്ങനെ കടന്നു കളയുന്ന ഒരാളാണ്. തിരുവനന്തപുരം സൂയിലെ കൊരങ്ങനെ പോലെ. എന്തായാലും നമുക്ക് 2 ലക്ഷം പുറത്തൊക്കെ ഇട്ടുണ്ട് മൂടായിട്ട് അങ്ങ് പോകാം. ഇൻവൈറ്റ് ചെയ്യണ. അപ്പൊ ഞങ്ങള് ഞങ്ങളെ പരിപാടി തുടങ്ങട്ടെ. ചിക്കനൊക്കെ ഇല്ലടാ. അയാൾ കഴിഞ്ഞ് നമ്മളെ So guys, let's go to the next challenge tomorrow. Today we wind up. So guys, ഇന്നത്തെ വീഡിയോ അപ്പൊ നിങ്ങൾക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടിയിൽ ചോദിക്കുക. കൊമ്പാസ് അതിന് നല്ല റിപ്ലൈ ആയിരുന്നായിരിക്കും. ഈ കൂടുതലായിട്ടും എല്ലാത്തിനും കൊമ്പാസിനായിരിക്കും റിപ്ലൈ ആയിരുന്നേ. റിപ്ലൈ ആയിരുന്നില്ലെങ്കിൽ DM പോയി ചോദിക്കുക. So guys, നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ. ലവ് യു ഓൾ. Ta-da.